രാത്രിയിൽ ജനാപത്തുകാരനായിരുന്നു, കുളിച്ചില്ല, പക്ഷേ ഫജ്ർ ബാങ്ക് കൊടുത്തു. ഇനി എന്ത് ചെയ്യും? ആ ദിവസം നോമ്പ് നോൽക്കാൻ പറ്റുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരും നമ്മുടെ ഉമ്മമാരുമായ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ, അതേപോലെ തന്നെ ആയിഷ റളിയല്ലാഹു തആല അൻഹ, ഇവരിൽ നിന്ന് സ്ഥിരപ്പെട്ട ഹദീസിൽ ഇമാം മുസ്ലിം അടക്കം ധാരാളം പണ്ഡിതന്മാർ, ധാരാളം മുഹദ്ദിസുകൾ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ സാധിക്കും. ഇവർ ചോദിക്കപ്പെട്ടു, എന്താണ് ചോദ്യം? അനിർ റജുലി യുസ്ബിഹു ജുനുബ അയസൂം. ഒരാൾ ജനാപത്തുകാരനായിരിക്കെ സുബഹിയിൽ പ്രവേശിച്ചു എന്ന് പറഞ്ഞാൽ ഫജ്ർ ബാങ്ക് കൊടുത്തു. ജനാപത്തുകാരനാണ്, കുളിച്ചിട്ടില്ല. അത് സ്ത്രീയാകാം പുരുഷനാകാം. അവർക്ക് നോമ്പ് നോൽക്കാമോ? അതല്ല അന്നത്തെ ദിവസത്തെ നോമ്പ് ഖളാ ആയി പോയോ? ഫഖാലത്ത്, അപ്പോൾ അവർ പറഞ്ഞു, ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അതേപോലെ തന്നെ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ, രണ്ടുപേരിൽ നിന്നും ഈ റിപ്പോർട്ടുണ്ട്. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുസ്ബിഹു ജുനുബൻ മിൻ ജിമാഇൻ ലാ മിൻ ഹുൽമിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇണ ചേർന്നുകൊണ്ട് തന്നെ ജനാപത്തുകാരനായി പ്രഭാതത്തിൽ പ്രവേശിച്ചിട്ടുണ്ട്. സുമ്മ ലാ യുഫ്തിറു വലാ യഖ്ദി. എന്നിട്ട് അല്ലാഹുവിൻ്റെ റസൂൽ നോമ്പ് ഒഴിവാക്കിയിട്ടില്ല, ഖളാ വീട്ടിയിട്ടുമില്ല, ആ ദിവസം നോമ്പ് നോറ്റു. അതുകൊണ്ട് വളരെ കൃത്യമായി ഈ വിഷയത്തിൽ തെളിവുകൾ വന്നു കഴിഞ്ഞു. അതുകൊണ്ട് ആരും ആ വിഷയത്തിൽ വസ്വാസ് ആവേണ്ടതില്ല. ഫജ്റിന് മുമ്പ് ജനാപത്തുകാരായ ഒരാൾ കുളിക്കാതെ തന്നെ ഫജ്ർ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാലും അവർക്ക് നോമ്പ് നോൽക്കാം.